കടലിലെ ശക്തമായ തിരമാലയിൽപ്പെട്ട് മറിഞ്ഞ ഫൈബർ വള്ളം ചെല്ലാനം തീരത്തടിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 2 മത്സ്യത്തൊഴിലാളികൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. 40 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് റോഡ് മാർഗം വള്ളവുമായി കൊച്ചിയിലെത്തിയ 6 മത്സ്യത്തൊഴിലാളികളിൽ 4 പേർ മത്സ്യബന്ധനം കഴിഞ്ഞ ബസ്സിൽ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. 2 പേർ കടൽ മാർഗം വള്ളവുമായി വിഴിഞ്ഞത്തേക്ക് പോകുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. കടലിലെ ശക്തമായ തിരമാലയിൽപ്പെട്ട് മറിഞ്ഞ ഫൈബർ വള്ളം ചെല്ലാനത്തെ കടൽ തീരത്തടിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 2 മത്സ്യത്തൊഴിലാളികൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തിരുവനന്തപുരം വിഴിഞ്ഞം ഒഴവിള കോളനിയിലെ രാജേഷ്, വിജയ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. 40 ദിവസം മുമ്പാണ് ഇവരടക്കം 6 മത്സ്യത്തൊഴിലാളികൾ വള്ളവുമായി റോഡ് മാർഗം കൊച്ചിയിലെത്തിയത്. മത്സ്യബന്ധനം പൂർത്തിയാക്കി 4 പേർ ബസ്സിൽ നാട്ടിലേക്ക് മടങ്ങി. രാജേഷും വിജയും ചേർന്ന് വള്ളം കടൽമാർഗം വിഴിഞ്ഞത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കടലിൽ തിരമാല ഉയർന്നതിനെ തുടർന്ന് വള്ളം െങ്കിലും ഇരുവരും വള്ളത്തിന്റെ ഭാഗത്ത് പിടിച്ചുകയറി രക്ഷപ്പെട്ടു. പിന്നീട് വള്ളം ചെല്ലാനം ഗണപതിക്കാട് ടെട്രാപോഡ് കടൽഭിത്തിക്കരിയിൽ അടിയുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് ഇരുവരെയും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വള്ളം പൂർണ്ണമായും നശിച്ച നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഫുഡിന്റെ കാര്യത്തിൽ സോൾട്ട് ഒരു സ്വർഗം തന്നെയാണ്. 300-ൽ പരം കൊതിയൂറും വിഭവങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി, പനംപിള്ളി നഗർ ആൻഡ് കാക്കനാട്.